ഞാൻ എപ്പോൾ ഇൻട്രോ ചെയ്താലും എനിക്ക് അങ്ങനെ സെറ്റ് ആവാറില്ല ഗൈസ്. ഞാൻ പിന്നെയും ചെയ്താണ് ഞാൻ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്, അതും മസ്കാരയിൽ. സോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മസ്കാര മേടിക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അഡിക്ഷനും വന്നിട്ടില്ല, നോക്കണം എന്നുള്ളൊരിത് വന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നോഗ്രേഷനും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്താണ് ഈ പറഞ്ഞ മസ്കാര. ആൻഡ് ഇത് ബ്ലൂ ഹെവൻ്റെ ആണ്. ബ്ലൂ ഹെവൻ്റെ ഐലൈനറൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സോ അത് അത് ഉദ്ദേശിച്ച് ഞാൻ മേടിച്ചതാണ്. സോ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഇതിന് 90 രൂപ കേട്ടോ വരുന്നത്. അത്യാവശ്യം അടിപൊളി പാക്കിംഗ് ഒക്കെയാണ്. ഞാൻ ഇത് തുറന്നപ്പോൾ എനിക്ക് ഐഫോൺ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യില്ലേ, ആ ഒരു എഫക്റ്റാണ് വന്നത്. ഇനി എന്നാണോ ഐഫോണൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, എന്തെങ്കിലും ആവട്ടെ. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിനൊരു ക്ലാസി ലുക്ക് ഉണ്ട്, അതായത് ഒരു ഗ്ലോസി ലുക്കൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പാക്കേജിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല തന്നെ. അപ്പം നമുക്കപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് കുലുക്കണ്ട, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്യണതാണ്. അതിൻ്റെ ബ്രഷൊക്കെ നൈസാണ്. ആക്ച്വലി ഇതിപ്പോൾ എനിക്ക് സെറ്റായില്ലെങ്കിൽ എനിക്ക് ആ ബ്രഷ് കഴുകിയെടുക്കുക, ബിക്കോസ് എനിക്ക് ഐബ്രോസ് എഴുതാൻ 2 in 1 കോംബോ ആണെന്നൊക്കെ. സോ എനിക്കിത് എങ്ങനെ ഇടണേന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കാണിക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. സോ ഞാനത് പോയി കണ്ണാടി പോയി ഇട്ടായിരുന്നു. എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും സത്യം പറഞ്ഞാൽ തോന്നിയില്ല. എനിക്ക് എന്തോ ഒരിത്, പക്ഷെ എനിക്ക് ഭയങ്കര ഒരു കംഫേർട്ടില്ലായ്മ എനിക്ക് തോന്നിയായിരുന്നു. സോ എനിക്ക് മനസ്സിലായി എനിക്ക് മസ്കാര സ്യൂട്ടാവില്ലെന്ന്. ആൻഡ് ഓൾസോ നല്ല കമ്പനിയൊക്കെ വരുവാണെങ്കിൽ ഞാൻ അതെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കും, അഫ്കോഴ്സ്. സോ ഇത് ഓക്കെ പ്രൊഡക്റ്റാണ്. കാരണം ഇത്ര രൂപക്ക് ഓക്കേഷ് പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം, ബിക്കോസ് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കണ്ട. സോ അത്രേ ഉള്ളൂ കേസ്. അപ്പോൾ ബൈ.